السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സൈന്യത്തിനും വളരെ ശക്തമായ ഒരു തിരിച്ചടിയാണ് നേരിട്ടത്. ആ തിരിച്ചടിക്ക് കാരണക്കാരായ 3 പേർക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴത്തെ ഒരു തീരുമാനത്തിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവോട് പറഞ്ഞു, അബൂ സുഫിയാൻ, സഫ്വാൻ ബിൻ ഉമയ്യ, അൽ ഹാരിസ് ബിൻ ഹിഷാം, പടച്ചോനെ അവരുടെ കാര്യം നീ നോക്കണം എന്ന് നബി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു കൊടുത്തു, നീ ചെയ്യേണ്ടിയിരുന്നത് അവർക്കെതിരെ പ്രാർത്ഥിക്കുകയല്ല. ലൈസ ലക മിനൽ അംരി ഷൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനേക്കാൾ ഉത്തമമായ ഒരു നബി എന്ന നിലക്ക്, ഒരു പ്രവാചകൻ എന്ന നിലക്ക് അവരുടെ ഹിദായത്താണ് നീ ആഗ്രഹിക്കേണ്ടിയിരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂ സുഫിയാനും അൽ ഹാരിസ് ബിൻ ഹിഷാമും ഇക്രിമ ബിൻ അബി ജഹലും തുടങ്ങിയ ധാരാളം ശത്രുക്കൾ, അവർ ഇസ്ലാമിനെതിരെ വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് അവരുടെ ജീവിതകാലത്തിൻ്റെ കൂടുതൽ ഭാഗവും കാഴ്ചവെച്ചത്. ഖാലിദ് ബിൻ വലീദ് ഹുദൈബിയ സന്ധി വരെ വളരെ ശക്തമായ ഉപദ്രവമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ. ഹുദൈബിയ സന്ധിയോടുകൂടി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. ഫതഹ് മക്കയോടെ കൂടി നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അൽ ഹാരിസ് ബിൻ ഹിഷാം, അംർ ബിൻ ഹിഷാം എന്ന അബൂ ജഹലിൻ്റെ സഹോദരൻ, അദ്ദേഹം മക്കക്കാർക്കേറെ പ്രിയപ്പെട്ടവനാണ്, മക്കക്കാരുടെ നേതാവാണ്. മക്കയിലെ മുസ്ലിങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ട്. യർമൂക്ക് യുദ്ധത്തിനു വേണ്ടി അദ്ദേഹം പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ മക്കക്കാർ തടയുന്നുണ്ട്. താങ്കളെപ്പോലുള്ള ഒരാൾ ഈ നാട്ടിൽ നിന്ന് പോകരുത്, താങ്കൾ നഷ്ടമായാൽ ഞങ്ങൾക്ക് നഷ്ടമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, എന്നേക്കാൾ ദീനിൽ മുൻകടന്ന ധാരാളം ആളുകളുണ്ട്. ബിലാലിനെ പോലെ, അമ്മാറിനെ പോലെ, സുമയ്യയെ പോലെ, യാസിറിനെ പോലെ, ഖബ്ബാബിനെ പോലെ, ഹുബൈബിനെ പോലെ ദീനിനു വേണ്ടി പല ത്യാഗങ്ങൾ സഹിച്ച സാധുക്കളുണ്ട്. അവരോടൊപ്പം എനിക്കെത്തണ്ടേ, നിങ്ങളുടെ തടയലിൽ ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്. നമ്മൾ യർമൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, യർമൂക്ക് യുദ്ധവേളയിൽ മുസ്ലിങ്ങളിൽപ്പെട്ട് മരിക്കാൻ കിടക്കുന്ന ആളുകൾ വെള്ളവുമായി ചെല്ലുമ്പോൾ ഈ വെള്ളം തൊട്ടടുത്ത ആൾക്ക് നീ കൊടുക്കണം എന്ന് പറഞ്ഞ് അടുത്തയാളിൽ നിന്ന് അടുത്തയാളിലേക്ക്, അല്ലേ, ആ അടുത്തയാളിൽ നിന്ന് അടുത്തയാളിലേക്ക് കൈമാറിയ ഇസ്ലാമിക സാഹോദര്യത്തിൻ്റെ മനോഹരമായ മാതൃക കാണിച്ച ആളുകളിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പ്രവർത്തിച്ച ഹിഷാം ബിൻ ആസ് ഉണ്ടായിരുന്നു, അംർ ബിൻ ആസിൻ്റെ സഹോദരൻ. അദ്ദേഹമാണ് പറഞ്ഞത്, അടുത്താക്ക് കൊടുക്കുക, അല്ലേ. നോക്കൂ, ദീനിൻ ഉൾക്കൊണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ കർമ്മങ്ങൾ കൊണ്ട് എങ്ങനെയെങ്കിലും മുന്നിലെത്തണം, ഞങ്ങൾക്കിനി കാത്തു നിൽക്കാൻ സമയമില്ല, നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് ദിവസമില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി നന്മയിൽ മുന്നേറിയ മനോഹരമായ കാഴ്ചയാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കണം. നമുക്കും തോന്നാറുണ്ട്, അത്രയൊന്നും ചെയ്തിട്ടില്ല, ഞാനൊക്കെ കുറേ ചെയ്യുന്നുണ്ട്, ഞാനൊക്കെ നല്ല ഉഷാറാണെന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ ഒരു തിരുത്തുക. സ്വഹാബത്തിന് പോലും അങ്ങനെ തോന്നിയിട്ടില്ല, അള്ളാൻ്റെ റസൂലിന് തോന്നിയിട്ടില്ല ഞാൻ കുറേ ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ, എനിക്ക് പോലും സ്വർഗം കിട്ടണമെങ്കിൽ ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു
മിൻഹു ബിഫദ്ലിൻ വറഹ്മ, അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ടും അവൻ്റെ ഔദാര്യം കൊണ്ടും ഓൻ എന്നെ മൂടണം, എന്നാലേ ഞാൻ രക്ഷപ്പെടുള്ളൂ എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും ഞാൻ കുറേ നന്മ ചെയ്യേണ്ടത് തോന്നുന്നുണ്ടെങ്കിൽ തിരുത്തുക. ഇല്ല, നന്മ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടും ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, എനിക്ക് കുറേ ചെയ്യായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ട് നമ്മൾ എന്തു ചെയ്തു? അവർക്ക് തോന്നി ഞങ്ങൾക്ക് കുറേ ദിവസം നഷ്ടപ്പെട്ടു പോയി. അവർ അതിനേക്കാൾ സജീവമായി ദീനിനു വേണ്ടി പണിയെടുത്തു, ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു ജീവിച്ചു. നമുക്കും ചെയ്യണം നന്മകൾ. നന്മകൾ ചെയ്യുമ്പോൾ പലപ്പോഴും വലിയ നന്മകളായി ഉമ്മഹാത്തുൽ ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ പോലുള്ള വലിയ ഇബാദത്തുകൾ, വലിയ പുണ്യം ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പ്രതിഫലം കുറഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. അതിനെ നിസ്സാരമാക്കി കളയുന്ന അവസ്ഥയുണ്ട്. നോക്കൂ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഇമാമായി നിന്ന് നമസ്കരിക്കുന്ന ഒരാൾ പരലോകത്ത് വിചാരണക്ക് വരുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അയാൾക്ക് കൂലി കിട്ടുന്നുണ്ടോ? ഇല്ല. ആളുകളൊക്കെ നീ നല്ലൊരു കാര്യമാണെന്ന് പറയാനാണ് നീ ഇമാം നിന്നത്, പൊയ്ക്കോ എന്ന് പറയുന്ന. അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് മരണപ്പെട്ടുപോയ മനുഷ്യനോടും അള്ളാഹു പറയണത് ഇല്ല, നീ ഒരു യോദ്ധാവാണെന്ന് പറയാനാണ്, കൂലിയില്ല എന്ന് പറഞ്ഞു. ഒരേ സൊഫിൽ നമ്മളെല്ലാവരും നിന്ന് നമസ്കരിക്കും, ഒന്നാമത്തെ സൊഫിൽ തന്നെ. ഒന്നാമത്തെ സൊഫിലുള്ള എല്ലാ ആളുകൾക്കും ഒരേ മാതിരത്തെ കൂലിയാണോ കിട്ടുക? അല്ല, ഓരോരുത്തർക്കും വ്യത്യസ്ത കൂലികളാണ്. എന്തേ കാരണം? അതങ്ങനെയാണ്. നമ്മുടെ നീയത്ത് എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ പ്രവർത്തനത്തിലെ ഖുശൂ എത്രമാത്രമുണ്ട്? അതിൻ്റെ പൂർണ്ണത എത്രമാത്രമുണ്ട്? ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഇബാദത്തുകൾക്ക് പോലും പ്രതിഫലം കിട്ടുന്നത്. എന്നാൽ ചെറിയ ചെറിയ ചില കർമ്മങ്ങളുണ്ട്, വലിയ അധ്വാനമൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റിയ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾക്കാകട്ടെ ശ്രദ്ധ വെച്ച് ചെയ്താൽ, പുണ്യം പ്രതീക്ഷിച്ച് ചെയ്താൽ, അതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കി ചെയ്താൽ വലിയ കൂലി കിട്ടുന്ന ധാരാളം കർമ്മങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്നഹ്, സ്വർഗത്തിലൊരാൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അയാൾ ചെയ്ത പ്രവർത്തനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, അദ്ദേഹം വഴിയിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് ഉപദ്രവകരമായിരുന്ന ഒരു മരം അയാൾ മുറിച്ചു നീക്കി എന്നാണ്. അത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് സ്വർഗം നൽകി എന്നാണ്. ഒരു പ്രവർത്തനം അല്ലേ? വഴിയിലുള്ള ഒരു മുള്ള് നീക്കിയ ഒരാൾക്ക്, വഴിയിലൊരു മുള്ളുണ്ടായിരുന്നു, ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായിരുന്ന ഒരു മുള്ളുള്ള ഒരു കൊമ്പുണ്ടായിരുന്നു. ആ കൊമ്പ് വെട്ടിമാറ്റി അവിടെ വഴി സൗകര്യപ്രദമാക്കി കൊടുത്തയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാം. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന, തൻ്റെ സഹോദരന് വേണ്ടി ഒരു ദിവസം ചെലവഴിക്കുന്നതാണ് മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ നമ്മൾ വായിക്കണം. ഇങ്ങനെ നമുക്ക് നന്മയാണെന്ന് തോന്നുന്ന എന്ത് ചെയ്താലും അങ്ങനെ പ്രതിഫലം കിട്ടുമോ? അത് കിട്ടൂല. നന്മയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യകരമാണ് എന്ന് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ നമുക്ക് നന്മയാണെന്ന് തോന്നുക, ഇങ്ങോട്ട് കുറേ ദിക്റുകൾ നമ്മളാണ് ചൊല്ലുക, കുറേ ദുആകൾ നമ്മളായിട്ട് ഉണ്ടാക്കുക. ഒരു മരണ വീട്ടിൻ്റെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പുണ്യകരമാണെന്ന് വിചാരിച്ച് കുറേ ഇബാദത്തുകൾ, കുറേ ഖുർആനോത്തുകൾ, കുറേ ദിക്റുകൾ, കുറേ പ്രാർത്ഥനകൾ, അങ്ങനെ ചെയ്തുകൊണ്ട് കൂലി കിട്ടുമോ? കിട്ടൂല. നന്മയായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു അല്ലേ? അതിൽ തന്നെ ലളിതമായി ചെയ്യാവുന്ന കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവുമായി നടന്നൊരു സംഭാഷണത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉഖബത്ത് ബിൻ ആമിറും അദ്ദേഹത്തിൻ്റെ സഹോദരനും ജോലി വീതം വെച്ചിട്ട് ഒരാൾ ജോലിക്ക് പോകും, മറ്റാൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് ക്ലാസ്സിന് പോകും, അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒട്ടകത്തെ മേച്ച് ഒരു ദിവസം വൈകുന്നേരമാണ് ഉഖബത്ത് ബിൻ ആമിർ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ക്ലാസ്സിന് പോണത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചുകൊണ്ടിരിക്കെയാണ് അദ്ദേഹം എത്തിയത്.
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് എന്താണെന്നറിയോ? മാ മിൻ മുസ്ലിമിൻ യതവല്ലഉ ഫയുഹ്സിനു വുദൂഅഹു. ഒരു മുസ്ലിം അയാൾ വുദൂ ചെയ്തു. വുദൂ ചെയ്തതിന് ശേഷം വളരെ ഭയഭക്തിയോടുകൂടി കണ്ണും കാതും ഒക്കെ കൂർപ്പിച്ച് ശ്രദ്ധാപൂർവം 2 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇല്ല വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ബഖിൻ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പോൾ പിന്നെ ഇതെന്തൊരു വലിയ കാര്യമാണ്, മാ അജ്വദു ഹാദി, ഇതെത്ര മനോഹരമായ കാര്യമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം അത് ആദ്യമായി കേൾക്കുകയാണ്. വുളു ചെയ്തതിന് ശേഷം ആ വുളുവിൻ്റെ സുന്നത്തായി 2 റക്അത്ത് നിസ്കരിച്ചാൽ അവനക്ക് സ്വർഗം നിർബന്ധമായി എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷം. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. അദ്ദേഹം പറയാണ്, നോക്കൂ, തൊട്ടു മുമ്പ് റസൂലുള്ള ഇതിനേക്കാൾ വലുത് പറഞ്ഞിട്ടുണ്ട്, ഇത് കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അബൂ ഹഫ്സ്, എന്താണ് റസൂലുള്ള പറഞ്ഞത്, എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയാണ് ഉഖബത്ത് ബിൻ ആമിർ. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, മാ മിൻകും മിൻ അഹദിൻ യതവദ്ദ, ഒരാൾ വുദൂ ചെയ്യുകയാണ്, അവൻ അവൻ്റെ വുദൂ പൂർണ്ണമാക്കി നിർവഹിച്ചതിന് ശേഷം അവൻ വുദൂഇന് ശേഷം ഇപ്രകാരം പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ദിക്ർ ഒരാൾ ഉരുവിട്ട് കഴിഞ്ഞാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ദിക്ർ അയാൾ ഉരുവിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറന്നു കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ടോ അവന് ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് അവന് കയറിക്കോട്ടെ എന്ന് റസൂലുള്ള തൊട്ടു മുമ്പ് പറഞ്ഞു എന്നാണ്. ഇന്ന് നമ്മൾ വുളു എടുത്തില്ലേ, ളുഹറിന് നമ്മൾ സുബഹിക്ക് വുളു എടുത്തില്ലേ, നമ്മൾ ഈ ദിക്ർ പറഞ്ഞിരുന്നോ? പലപ്പോഴും നമുക്ക് അറിയാത്ത കാര്യങ്ങളല്ല, അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് അശ്രദ്ധമായി നമ്മൾ മറന്നു പോവുകയാണ്. വലിയ പുണ്യം കിട്ടുന്ന കാര്യം, പക്ഷേ മറന്നു പോവുകയാണ്, ഓർമ്മയിൽ വരാതെ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സഹാബത്തെ, ഇന്നത്തെ രാത്രിയിൽ ആർക്കാണ് ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്യാൻ കഴിയുക? അപ്പോൾ അവർ ചോദിച്ചു, കൈഫ യഖറഉ സുലുസുൽ ഖുർആൻ, എങ്ങനെയാ 1/3 പാരായണം ചെയ്യാൻ പറ്റുക? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തില്ലേ, അത് ഖുർആനിൻ്റെ 1/3 തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അബൂദർദ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. സുബഹ് നമസ്കാരത്തിന് പള്ളിയിൽ നമ്മൾ എത്താറുണ്ട്, ജമാഅത്തായി നമ്മൾ നിർവഹിക്കാറുണ്ട്. പക്ഷെ സുബഹിന് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് എപ്പോഴാണ്? ഇമാം നമസ്കാരം ആരംഭിച്ചതിന് ശേഷമാണോ? അതല്ല, സുബഹ് നമസ്കാരത്തിൻ്റെ മുമ്പ് വീട്ടിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പിന്നെ ഇമാമിനോടൊപ്പം നിസ്കരിക്കാൻ പള്ളിയിൽ എത്തുകയാണോ? ഇനി വീട്ടിൽ നിസ്കരിച്ചിട്ടില്ല, പള്ളിയിലെത്തിയാൽ നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം കിട്ടാറുണ്ടോ? എന്താ 2 റക്അത്ത് സുബഹിൻ്റെ മുമ്പ് നിസ്കരിച്ചാലുള്ള ഗുണം? റക്അത്ത അൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. നമ്മുടെ ഇന്ത്യയിലെ വലിയ പണക്കാരനായ അംബാനിൻ്റെ കല്യാണത്തിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര കോടികൾ മുടക്കി വലിയ വലിയ സെലിബ്രിറ്റികൾ വന്നു, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വന്നു, വലിയ പണക്കാരനാണ്. അംബാനിയെപ്പോലെ ഒരാളല്ല, ലോകത്ത് എത്രയോ പണക്കാരുണ്ട്, ലോകത്ത് അതുപോലെ എത്രയോ പണക്കാരുണ്ട്. ആ പണക്കാരുടെ മുഴുവൻ പണവും നിങ്ങൾക്ക് തരാം എന്ന് നമ്മളോട് പറഞ്ഞാൽ വേണ്ട, അറിയോ നമ്മൾ? അതൊന്നും എനിക്ക് വേണ്ട നമ്മൾ പറയോ? അതിനെന്താ ചെയ്യേണ്ടത്? വലിയ പണിയൊന്നുമില്ല, ചെറിയൊരു പണിയുള്ളൂ. എന്നാൽ പിന്നെ ആ പണിയൊന്നും പറയും, അതല്ലേ നമ്മൾ പറയുള്ളൂ. അത്ര വലിയ പൈസ എന്താ റസൂലുള്ള പറഞ്ഞെന്നറിയോ? ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ളതും മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഉത്തമം 2 റക്അത്ത് സുബഹിൻ്റെ മുമ്പ് നിസ്കരിക്കലാണ്. അപ്പം ഇന്ന് എനിക്ക് ദുനിയാവും അതിലുള്ളത് മുഴുവൻ കിട്ടിയോ ഇല്ലേ? നമ്മളോട് ചോദിക്കുക. ഇന്ന് നോമ്പായിരുന്നു, പ്രഭാതത്തിൽ നമ്മൾ എണീറ്റിട്ടുണ്ട്, എന്തിന്? അത്താഴം കഴിക്കാൻ. എന്നിട്ട് പോലും സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് എനിക്ക് കിട്ടിയോ നഷ്ടപ്പെട്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. രാത്രി ഇശാ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ, ഇശാ ജമാഅത്തായിട്ട് ഒരാൾ നിസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി നിസ്കരിച്ചതുപോലെയാണ്. മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സല്ല ലൈല കുല്ലഹ്,
രാത്രി മുഴുവൻ മഗ്രിബ് മുതൽ സുബഹ് വരെ നിന്ന് നമസ്കരിച്ച പുണ്യമാണ്. സുബഹ് ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് എണീറ്റ് ഒറ്റക്ക് നിസ്കരിച്ചാൽ അത് കിട്ടൂല. പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ചതിൻ്റെ കൂലി കിട്ടുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്. നമ്മളിന്ന് നമസ്കരിച്ചു, ളുഹർ നമസ്കാരം നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബുരി കുല്ലി സലാത്തിൻ മക്തൂബ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ അൻ യമൂത്ത്. ഒരാൾ എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ മരണമാണ് അവനെ സ്വർഗപ്രവേശനത്തിൽ നിന്ന് തടയുന്നത് എന്ന് അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമ്മൾ വായിക്കുകയാണ്. മരിക്കലാണ് തടസ്സം, എന്തിന്? സ്വർഗത്ത് പോകാൻ. ഇത് എല്ലാ നിസ്കാരത്തിന് ശേഷവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഉമ്മു ഹബീബ ഉമ്മുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയാണ്. അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലസ്നതൈ അശറത റകഅതൻ ഫീ യൗമിൻ വലൈല. രാത്രിയും പകലുമായി 12 റക്അത്ത് ഒരാൾ റവാത്തിബ് നമസ്കാരം നിർവഹിച്ചാൽ ബുനിയ ലഹു ബിഹിന്ന ബൈതുൻ ഫിൽ ജന്ന, അവന് അത് കാരണത്താൽ സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് പണിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ഫമാ തറക്തുഹുന്ന മുൻദു സമിഅ്തുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ ഈ 12 റക്അത്ത് ഒഴിവാക്കിയിട്ടേ ഇല്ല. റവാത്തിബ് നിസ്കാരങ്ങളെ പറ്റിയാണ് പറഞ്ഞത്, 12 റക്അത്ത്. അത് റിപ്പോർട്ട് ചെയ്ത ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയാണ്, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ നിന്ന് കേട്ടതിന് ശേഷം പിന്നെ ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തെ തുടർന്ന് വന്ന താബിഈ പറയാണ്, സഹാബിയിൽ നിന്ന് കേട്ടതിന് ശേഷം പിന്നെ ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. നമുക്കും പറയാൻ പറ്റണം, ഞാൻ ആ ഹദീസ് കേട്ടതിന് ശേഷം പിന്നെ 12 റക്അത്ത് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. നമുക്ക് പറയാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ നന്മകൾ, വളരെ ചെറുതായി ലഘുവായി നമുക്ക് തോന്നുന്ന, എളുപ്പത്തിൽ ചെയ്യാവുന്ന, അധ്വാനമില്ലാത്ത, പണച്ചെലവില്ലാത്ത ധാരാളം നന്മകൾ അല്ലേ, അത് ചെയ്തു കഴിഞ്ഞാൽ വലിയ പുണ്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസ്ലതാനി, 2 കാര്യങ്ങൾ, ലാ യുഹാഫിദു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന. ഇത് ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കൂല, നിർബന്ധമാണ് സ്വർഗത്ത് പോകും. 2 കാര്യങ്ങൾ, ഇത് രണ്ടും ഒരാൾ പതിവാക്കിയാൽ സ്വർഗത്ത് പോകും എന്തായാലും. എന്നിട്ട് പറയാണ്, റസൂലുള്ളാഹി തന്നെ പറയാ, വഹുമാ യസീർ, അത് വളരെ എളുപ്പമാണ് കേട്ടോ. എന്നാൽ വമൻ യഅമലു ബിഹിമാ ഖലീൽ, വളരെ കുറച്ച് ആളുകൾ മാത്രമേ അത് ചെയ്യുള്ളൂ. എളുപ്പമൊക്കെ തന്നെ, പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് ചെയ്യുള്ളൂ. എന്താ ചെയ്യേണ്ടത്? യുസബ്ബിഹുല്ലാഹ ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ 10 വയഹ്മദുഹു 10 വയുകബ്ബിറുഹു 10. 10 തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് 10 തവണ പറയാം. നമ്മൾ സാധാരണ 33 വട്ടാണ് പറയൽ. അത് 10 തവണ പറയാം, 25 തവണ പറയാം, അങ്ങനെ വ്യത്യസ്ത എണ്ണങ്ങൾ റിവായത്തിൽ വന്നിട്ടുണ്ട്. 5 രൂപത്തിൽ അതിൻ്റെ റിവായത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 10 തവണ, അതിൽ ഏറ്റവും ചുരുങ്ങിയത് 10, 10ൽ കുറഞ്ഞൊരെണ്ണല്ല. അപ്പോൾ ഒരാൾ ഇന്ന് ഒരു ദിവസം 10 വട്ടം ചൊല്ലി, പിന്നത്തെ ഒരു വട്ടം 25 ചൊല്ലി, അങ്ങനെ മാറ്റി മാറ്റി ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എണ്ണത്തിലെ വൈവിധ്യം ഉണ്ടാകുമ്പോൾ ഒരു ശ്രദ്ധയും ഓർമ്മയൊക്കെ കിട്ടും. മാത്രമല്ല അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ആ സുന്നത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നിർവഹിക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളുടെ ആ രൂപങ്ങൾ മനസ്സിലാക്കി ആ വ്യത്യസ്ത രൂപങ്ങളിൽ നമ്മളത് നിർവഹിക്കാം. അപ്പോൾ ഏറ്റവും മിനിമം 10 തവണ ഒരാൾ നമസ്കാര ശേഷം ഈ ദിക്ർ നിർവഹിക്കുക. ഇനിയോ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടോ, ഈ 10 10 10 അങ്ങനെ 30 ചൊല്ലിക്കഴിഞ്ഞാൽ 3 15 അല്ലേ, 150 പക്ഷേ എന്നാൽ അള്ളാൻ്റെ അടുക്ക് അത് 150 അല്ല, 1500 റസൂലുള്ള എണ്ണം പറഞ്ഞുതരാ. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രാത്രി കിടക്കാൻ നിൽക്കുമ്പോൾ 33 33 34 എന്നിങ്ങനെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ളത് ഇതേപോലെ ചൊല്ലുക. അങ്ങനെയാണെങ്കിൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് ചെയ്യുള്ളൂ, ചെയ്യാൻ വളരെ എളുപ്പമാണ്, ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ
വിരലുകൊണ്ട് ഇതിങ്ങനെ എണ്ണം പിടിച്ചുകൊണ്ടിരുന്നു എന്ന് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്ന സ്വഹാബി നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ സ്വഹാബി ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ഇത് വളരെ എളുപ്പമായിട്ടും ആളുകൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരമാണ് നമുക്ക് കിട്ടേണ്ടത്. എന്തപ്പോൾ ഇതൊക്കെ എളുപ്പമാണല്ലോ, പിന്നെ എന്തപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയാത്തത്? എല്ലാ ദിവസവും അത് ഓർത്ത് ചെയ്യാൻ എന്തുകൊണ്ടാണ് എനിക്ക് കഴിയാത്തത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഅതി അഹദക്കും, നിങ്ങൾ ഒരാളുടെ അടുക്കൽ വരികയാണ്. ആരാ വരുന്നത്? ശൈത്താൻ വരികയാണ്. അവൻ്റെ ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ്റെ അടുത്ത് ശൈത്താൻ വരുന്നു. എന്നിട്ടോ ഇത് ചൊല്ലുന്നതിൻ്റെ മുമ്പ് അവനെ പിശാച് അവനെ ഉറക്കിക്കളയുകയാണ്. അല്ലേ, ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ കടന്നോടുകൂടി ആണ് ഉറങ്ങിപ്പോയി. നമസ്കാരത്തിലും അതുപോലെ എന്ത് ചെയ്തു? നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്, പക്ഷേ നിസ്കാരം കഴിഞ്ഞ ഉടനെ പിശാച് നമുക്ക് ഇത് പറഞ്ഞതിന് തൊട്ട് മുമ്പ് എന്തോ ഒരു അത്യാവശ്യം അത് നമ്മളെ മനസ്സിലേക്കാണ് ഓർമ്മിപ്പിച്ചു തന്നു. പിന്നെ അയിമക്കാണ് പോയില്ലേ, ദിക്റെല്ലാം നിന്നു. അപ്പോഴാണ് ഓർമ്മ, അത് ചെയ്തിട്ടില്ലല്ലോ, കഴിക്കണം പോയി. അത് പിശാചിൻ്റെ പണിയാണെന്ന്. ഇത് ഉറങ്ങണതിൻ്റെ മുമ്പ് ഉറക്കിക്കളയുന്നത് പിശാചിൻ്റെ പണിയാണെന്ന്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ഉള്ളത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. സൗഭാഗ്യം കിട്ടാൻ കാരണമായ 4 കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 4 കാര്യങ്ങളുള്ള ആളുകൾക്ക് സൗഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞു. എന്താണത്? വൽ അസ്ർ, കാലത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വാസമുണ്ടാകണം, സൽക്കർമ്മമുണ്ടാകണം. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കണം. ഇത് 4 ഉള്ള ആളുകൾ അവർക്ക് സൗഭാഗ്യം ജീവിതത്തിലുണ്ടാകും. സത്യം പുലരാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീന് കൊണ്ട്, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, നന്മ ചെയ്യുക, വിശ്വാസമുണ്ടാകുക, എങ്കിൽ ജീവിതത്തിൽ സൗഭാഗ്യം വന്നണയുമെന്നാണ്. നോക്കൂ, സ്വർഗമാണ് സൗഭാഗ്യം, നരകമാണ് ദൗർഭാഗ്യം. ജീവിതത്തിൽ എന്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നതും സൗഭാഗ്യമല്ല, അതൊക്കെ ജീവിതത്തിലെ ആവശ്യങ്ങളാണ്. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴിയിൽ നമുക്കുള്ള വസീലകൾ മാത്രമാണ്, നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായ ദറൂറത്തുകളല്ല, നമുക്ക് നിർബന്ധമായി എന്തായാലും കിട്ടേണ്ട കാര്യങ്ങളല്ല. അതൊക്കെ ഇങ്ങനെ നടന്നു പോയാൽ മതി, അല്ലേ? നമ്മുടെ ലക്ഷ്യമോ സ്വർഗമാണ്. ആ സ്വർഗത്തിന് എനിക്ക് ഉപകാരപ്പെടുന്നതാണ് എന്നൊരു കാര്യത്തെപ്പറ്റി അറിഞ്ഞാൽ അതിലേക്ക് വല്ലാത്തൊരു താല്പര്യം ഉണ്ടാവുക. നരകത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്നതാണ് എന്ന് കേട്ടാൽ അതിൽ നിന്ന് മനസ്സ് വിട്ടുപോരാനൊരു വലിയ താല്പര്യം ഉണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരിയുണ്ട്, ഉമ്മു ഹറാം ബിൻത്ത് മൽഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസങ്ങളിൽ അവിടെ പോയി കിടന്നുറങ്ങാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ദിവസം കിടന്നുറങ്ങി ഉറക്കമെണീറ്റ സമയത്ത് പുഞ്ചിരി തൂകിക്കൊണ്ടാണ് ഉറക്കമുണർന്നത്. അപ്പോൾ ഉമ്മു ഹറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചിരിക്കണത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഒരു നാവികപ്പട കടലിൽ അവർ യുദ്ധത്തിനു വേണ്ടി പോകും. ആ പോയ ആളുകൾ മുഴുവൻ, അതിലുള്ള മുഴുവൻ ആളുകൾ രാജാക്കന്മാരെ പോലെയാണ് സഞ്ചരിക്കുന്നത്. അവർ മുഴുവൻ സ്വർഗാവകാശികളാണ്. മുസ്ലിങ്ങളിലെ ഒരു നാവികസേനയെപ്പറ്റി, ആ നാവികസേന മുഴുവൻ സ്വർഗാവകാശികളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഉമ്മു ഹറാം ചോദിച്ചു, റസൂലേ, ഞാൻ അതിലുണ്ടാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മറുപടി പറഞ്ഞില്ലാണ്. സമാനമായ സംഭവം വീണ്ടും ഉമ്മു ഹറാമിൻ്റെ വീട്ടിൽ വെച്ചുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കമുണർന്ന് പുഞ്ചിരിച്ചു, ഇതേ കാര്യം പറഞ്ഞു. അപ്പോഴും ഉമ്മു ഹറാം ചോദിച്ചു, റസൂലേ, ഞാനതിലുണ്ടാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 2-3 തവണ ഇത് ആവർത്തിച്ച സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അൻതി മിൻ അവായിലിഹിം, നീ അവരുടെ കൂട്ടത്തിൽ ആദ്യ ആളുകളിൽ ഉണ്ടാകും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മുസ്ലിങ്ങളുടെ 1ാമത്തെ നാവികസേന പുറപ്പെട്ടു. മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ. അത് സൈപ്രസിലേക്കായിരുന്നു, ഇന്നത്തെ സൈപ്രസിലേക്ക്. അവിടേക്ക് പോയ നാവികപ്പടയിൽ ഉമ്മു ഹറാം ഉണ്ടായിരുന്നു. ഉമ്മു ഹറാം സ്ത്രീയാണ് കേട്ടോ. ഉമ്മു ഹറാം ഉണ്ടായിരുന്നു. ഉമ്മു ഹറാം അവിടേക്കുള്ള വഴിയിൽ, അവിടേക്കുള്ള യാത്രയിൽ അവിടെ ഇറങ്ങി ആദ്യ യാത്രയിൽ തന്നെ വാഹനത്തിൽ നിന്ന് വീഴുകയും അവിടെ അവർ തൽക്ഷണം മരണപ്പെടുകയും ഷഹാദത്തിൻ്റെ പദവിയിൽ എത്തുകയും ചെയ്തു എന്നതാണ്. സ്വർഗത്തിലേക്ക് പോകാൻ
എനിക്കെന്താണ് വഴി എന്ന് ആലോചിച്ച് അതിനുവേണ്ടി ചിന്തിച്ച് അതിൻ്റെ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനുവേണ്ടി ആഗ്രഹിച്ച് നടക്കുക. അതാണ് സത്യവിശ്വാസികളുടെ മനസ്സിലുള്ള മോഹം. എന്താ സ്വർഗത്തിൽ നമുക്ക് കിട്ടാനുള്ളത്? സ്വർഗത്തിൽ ധാരാളം സുഖസൗകര്യങ്ങളുണ്ട്. സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയ ആളുകൾ ആ അനുഗ്രഹത്തിൽ നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ ജന്നത്തിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യാ അഹ്ലൽ ജന്ന, ഏ സ്വർഗാവകാശികളെ. അവർ പറയും ലബ്ബൈക വ സഅദൈക്. അള്ളാഹു ചോദിക്കുകയാണ് അവരോട്, ഹൽ റദീതും, നിങ്ങൾക്ക് തൃപ്തിയായിട്ടുണ്ടോ? ഞാൻ തന്നതൊക്കെ നിങ്ങൾക്ക് തൃപ്തിയായിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കിതിനേക്കാൾ കൂടുതൽ എന്താണ് തൃപ്തിയാകാനുള്ളത്? ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ മുഖം നീ പ്രകാശിപ്പിച്ചു തന്നില്ലേ? ഞങ്ങൾക്ക് നീ ഇന്ന ഇന്ന അനുഗ്രഹങ്ങൾ തന്നില്ലേ? അങ്ങനെ അവർക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളും അവർ എണ്ണി ഇങ്ങനെ റബ്ബിനോട് പറയാണ്. അപ്പം ഇനി റബ്ബ് പറയാണ്, ഇല്ല, അന ഉഅ്തീകും അഫ്ളല മിൻ ദാലിക്, ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒന്ന് ഞാൻ നിങ്ങൾക്ക് തരാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറയാണ്, ഈ കിട്ടിയതിനേക്കാളും ശ്രേഷ്ഠമായി ഇനി എന്താ കിട്ടാനുള്ളതെന്ന് സ്വർഗാവകാശികൾ ചോദിക്കും. സ്വർഗാവകാശികൾ പറഞ്ഞാൽ വേറെ ആരാണെന്ന് വിചാരിക്കേണ്ട, നമ്മളാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പടച്ചവനോട് പറയും, ഇതിനേക്കാൾ ഉത്തമമായത് എന്താണ് റബ്ബേ ഇനി നീ ഞങ്ങൾക്ക് തരാനുള്ളത്? അപ്പോൾ റബ്ബ് പറയണത് എന്താണെന്നറിയോ? ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദ. ഞാൻ എൻ്റെ തൃപ്തി, റിദ, അത് നിങ്ങൾക്ക് തരികയാണ്. ഇതിൽ പിന്നെ നിങ്ങളോട് ഞാൻ കോപിക്കുകയേയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇമാം ബുഖാരി അത് രേഖപ്പെടുത്തുകയാണ്. അല്ലേ? സ്വർഗാവകാശികൾക്ക് കിട്ടാനുള്ളത് അള്ളാൻ്റെ റിളയാണ്, അള്ളാൻ്റെ തൃപ്തിയാണ്. അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. സ്വർഗത്തിൽ വെച്ചാണ് അള്ളാൻ്റെ റിള, അത് സമ്പൂർണ്ണമായി നമുക്ക് കിട്ടുക. വലിയ പ്രതിഫലമല്ല അത്? വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞപ്പോൾ സഹാബത്ത് പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട്. ഔ, അത് ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ, ഞാൻ നേരത്തെ അറിഞ്ഞിക്കണമെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നല്ലോ എന്നവർ പറഞ്ഞു എന്നാണ്. ഞാൻ എന്തേ അത് അറിയാതെ പോയത്? ഞാനത് കേട്ടില്ലല്ലോ. അതൊരു വലിയ സങ്കടം. ആ ഒരു നന്മ എനിക്ക് നേരത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ച് അത് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാലോചിച്ച് കഴിയാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം നൽകുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. അള്ളാഹു അതേ ഇനത്തിൽപ്പെട്ട പ്രതിഫലമാണ് തിരിച്ചു കൊടുക്കുക എന്നാണ്. അതേ നൗഇൽപ്പെട്ട പ്രതിഫലം തിരിച്ചു കൊടുക്കുന്ന. ആരെങ്കിലും സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ അള്ളാഹു സ്വർഗത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കും. സാധുക്കൾക്ക് ആരെങ്കിലും വസ്ത്രം കൊടുത്താൽ പരലോകത്തെ നഗ്നതയിൽ അള്ളാഹു അവർക്ക് വസ്ത്രം കൊടുക്കും. അല്ലേ? ആരെങ്കിലും ഭൂമിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു കുരുവിക്കുഞ്ഞിൻ്റെ കൂടിൻ്റെ അത്ര വലിപ്പമുള്ളതാണെങ്കിലും ശരി, ഒരു പള്ളി പണിതാൽ അള്ളാഹു സ്വർഗത്തിൽ അവന് ഒരു ഭവനം പണിയും. ഇങ്ങനെയാണ് അള്ളാൻ്റെ നന്മ കൊടുക്കൽ. ഭൂമിയിൽ ഒരു രഹസ്യം സഹോദരൻ്റേത് സൂക്ഷിച്ചാൽ, അത് രഹസ്യമാക്കി വെച്ചാൽ, പരലോകത്ത് അവൻ്റെ മാന്യത അള്ളാഹു കാത്തുരക്ഷിക്കും. പരലോകത്ത് അള്ളാൻ്റെ അവൻ്റെ രഹസ്യം അള്ളാഹ് സൂക്ഷിച്ചു വെക്കും. അള്ളാൻ്റെ നന്മ കൊടുക്കൽ അങ്ങനെയാണ്. അതേ ഇനത്തിൽപ്പെട്ട നന്മ അള്ളാഹു തിരിച്ചു കൊടുക്കും. ഒരു മനുഷ്യനോട് ചോദിച്ചു, എന്താ നിങ്ങളെ ഭാര്യനെ തൊലാഖയോ എല്ലാം തീരുമാനിച്ചതെന്ന് ചോദിച്ചു. എന്തേ കാരണം ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, അല്ല, ബുദ്ധിയുള്ള ആൾക്കാരാരെങ്കിലും അവനാൻ്റെ ഭാര്യമാരുടെ രഹസ്യം വേറെ ആരോടെങ്കിലും പറയുമെന്ന് ചോദിച്ചു. തൊലാഖ് ചൊല്ലിയിട്ടില്ല, ചൊല്ലണതിൻ്റെ മുമ്പാണ് ചോദിച്ചത്. ബുദ്ധിയുള്ള ആൾക്കാരൊന്നും അവനാൻ്റെ പെണ്ണുങ്ങളെ കുറ്റം കുറവൊന്നും വേറുള്ളവരോട് പറയില്ലാറ്. അപ്പോൾ ആളുകൾ തൊലാഖ് ചൊല്ലിയതിന് ശേഷം ചോദിച്ചു, അല്ല, എന്തേ നിങ്ങളെ പെണ്ണുങ്ങളെ പറ്റി പെണ്ണുങ്ങളെ തൊലാഖ് ചൊല്ലിയത്, അതിൻ്റെ കാരണം എന്തേലും ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, വേറൊരു അന്യപ്പെണ്ണല്ലേ, തൊലാഖ് കഴിഞ്ഞാൽ പിന്നെ വേറെ പെണ്ണായല്ലോ, അന്യപ്പെണ്ണിനെ പറ്റി ഞാനെന്തിനാ അതൊന്നും പറയാൻ പോണത്? അത്രയേ ഉള്ളൂ. മറ്റൊരാളുടെ രഹസ്യം അത് പറയേണ്ട ആവശ്യകത ഉള്ള ഒരു മേഖലയാണെങ്കിൽ പോലും, അല്ലേ, ആവശ്യകത ഉണ്ട് എന്നല്ല പറയണത്, അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരു അനാവശ്യമായി ഞാൻ എന്ത് ചെയ്യുന്നില്ല, മറ്റൊരാളുടെ സ്വകാര്യത പറയണില്ല, ഞാൻ വേറെ ആളോട് പറഞ്ഞു കൊടുക്കണില്ല എന്ന് തീരുമാനിക്കാം. നമുക്ക് എത്രയോ ആളുകളുടെ രഹസ്യം അറിയില്ലേ? ആ രഹസ്യം നമ്മൾ അത് വേറുള്ളവരോട് പറയാൻ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് തരാനുള്ള വലിയൊരു നന്മയുണ്ട്. നമ്മളെ രഹസ്യം അത് സൂക്ഷിച്ചു വെക്കുന്ന പടച്ചോൻ്റെ വാക്കുണ്ട്. അല്ലേ? അത് കിട്ടണമെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അത് മറച്ചു വെക്കണം എന്നാണ്.
നോക്കൂ, നന്മകളായ കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും അതൊക്കെ ചെയ്യണം. സുബഹ് നമസ്കാരത്തിന് ശേഷം ഒരാൾ പള്ളിയിലിരുന്നു. എന്നിട്ട് ഷുറൂഖിൻ്റെ സമയം കഴിഞ്ഞു, അഥവാ സൂര്യോദയത്തിൻ്റെ സമയം കഴിഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം കൂടി, ഒരു 10-15 മിനിറ്റ്, പരമാവധി ഒരു 20 മിനിറ്റ് നേരം കൂടി ഇരുന്നു. അതായത് ഒരു കുന്തത്തിൻ്റെ ഉയരം സൂര്യൻ ഉയരുന്നത് വരെ എന്നാണ്. കുറച്ച് നേരം, 10-15 മിനിറ്റ്, ഒരു 12 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ ഉള്ള സമയം ഇരുന്നു. എന്നിട്ട് അയാൾ 2 റക്അത്ത് നമസ്കരിച്ചു പോയി. എങ്ങനെയാണെങ്കിൽ അയാൾക്കൊരു ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിക്കും, അത് ചെയ്യണമല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നടക്കുമല്ലോ, അതൊന്ന് ഇരിക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കും. കുറേ നന്മകൾ കേൾക്കുകയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരു ദിവസം ഒരാൾ 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലൊരു ഭവനം പണിയും എന്ന്, ഒരു കൊട്ടാരം പണിയും. ഭവനല്ല പറഞ്ഞത്, അവന് വേണ്ടി ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവനൊരു കൊട്ടാരം പണിയുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താ ഇപ്പോൾ ഖുൽ ഹുവല്ലാഹു അത് 10 വട്ടം ചൊല്ല എത്ര പ്രയാസം, അതെന്തായാലും എനിക്ക് ചെല്ലാലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഈമാൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഏറിയും കുറഞ്ഞും കൊണ്ടേയിരിക്കും, അതിങ്ങനെ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മാറ്റം വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും നടക്കണില്ല, പറ്റ മോശമാണ് ഇപ്പം, ഞാൻ എന്നെക്കൊണ്ട് ഇതൊന്നും കഴിയൂല എന്ന് പറഞ്ഞ് പറ്റ ഉപേക്ഷിച്ച് പോകല അല്ല. ഈമാൻ കുറയുന്ന അവസ്ഥകൾ വരും. ഈമാൻ കുറയുന്ന അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത്? അത് നമുക്ക് മുൻഗാമികൾ പറഞ്ഞു തന്നിട്ടില്ലേ, സ്വഹാബത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, മുൻകാലക്കാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈമാൻ കുറയുന്ന സമയമാണെങ്കിലും ഫർളായ ഒരു കാര്യത്തിലും നീ വീഴ്ച വരുത്തരുത്. ഫർളായ ഒന്നിലും വീഴ്ച വരുത്തരുത്, ഹറാമായ ഒന്നിലേക്ക് പോകരുത്. റമളാൻ മാസത്തിൽ ചില ആളുകളെ പറ്റി നമ്മൾ പറയലുണ്ടല്ലോ, 11 മാസം കുപ്പിയും 1 മാസം തൊപ്പിയും, അല്ലേ? തമാശക്ക് പറയണതാണെങ്കിലും അങ്ങനെ ആകാൻ പാടില്ല. റമളാൻ മാസത്തിൽ സജീവമായി നന്മകളൊക്കെ ഉണ്ടായി, പക്ഷെ റമളാൻ കഴിഞ്ഞ് നേരെ ഹറാമിലേക്ക് പോയി, അത് പറ്റൂല. ഈമാൻ പോയാൽ ഹറാമിലേക്ക് പോകൂല, പിന്നെ ഫർളായ ഒരു കാര്യം വിട്ടുപോകില്ല. ഈമാൻ കൂടിയ സമയത്തോ കൂടുതലായി സുന്നത്തായ കർമ്മങ്ങൾ ധാരാളമായി അധികരിപ്പിക്കുക. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി ലോകത്തല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം സമാധാനത്തോടു കൂടിയുള്ള, സ്വസ്ഥതയോടുകൂടിയുള്ള നമ്മുടെ ജീവിതമുള്ളത് പരലോകത്താണ്. ഇവിടെ നമുക്ക് നമ്മളെ നയിക്കുന്നത് ദീനാകണം, നമ്മളെ നയിക്കുന്നത് ഹവയാകരുത്. നമ്മുടെ ഇച്ഛയാണ് നമ്മളെ നയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ തോന്നുന്നത് ചെയ്യാം. ഇപ്പം നല്ല ചെയ്യാനോ തോന്നുന്നത് ഇപ്പം നല്ല ചെയ്യാം, ഇപ്പം മോശം ചെയ്യാനോ തോന്നുന്നത് എന്നാൽ അത് ചെയ്യാം. തോന്നുന്നതിനനുസരിച്ച് ഇങ്ങനെ തോന്നിയാസികളായി പോയി കഴിഞ്ഞാൽ സ്വർഗം ഒലുക്കുള്ള അല്ല. ഇച്ഛക്കെതിരെ പണിയെടുത്ത ആളുകൾക്കാണ് സ്വർഗമുള്ളത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പാപങ്ങൾക്ക് പരിഹാരമായ വലിയ ചില നന്മകളുണ്ട്. പാപങ്ങൾക്ക് പരിഹാരമാണത്, വലിയ നന്മ. നമ്മൾ ചിലപ്പോൾ സ്ഥിരം ചെയ്യണതായിരിക്കും, പക്ഷേ ഇത് എൻ്റെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് എന്നൊരു ഓർമ്മയോടുകൂടി നമുക്കത് ചെയ്യാൻ പറ്റിയാൽ. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നു. എന്നിട്ട് അയാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞത്, പിന്നെ ഞാനൊരു കൊലപാതകം ചെയ്തു, എനിക്കിനി അതിന് മാപ്പ് കിട്ടുമോ, പടച്ചോൻ പുറത്തു തരുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നീ നന്നായി തൗബ ചെയ്ത് പരമാവധി നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തോ എന്ന് പറഞ്ഞു. ശിഷ്യൻ ഇത് കേട്ട് അദ്ദേഹം പോയ ശേഷം ശിഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത്? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണെന്നറിയോ, ഉമ്മാക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ പുണ്യകരമായ മറ്റൊരു നന്മയും എനിക്കറിയില്ല. ഉമ്മാക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ പുണ്യകരമായ മറ്റൊരു നന്മയും എനിക്കറിയില്ല. അയാൾ ചെയ്തത് വലിയ തിന്മയാണ്, കൊലപാതകമാണ്. ആ കൊലപാതകത്തിൽ നിന്ന് അയാൾക്ക് മാപ്പ് കിട്ടണമെങ്കിൽ ഇനി അയാൾ വലിയ നന്മകൾ ചെയ്യണം. അങ്ങനെയാണല്ലോ തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഇസ്തിഗ്ഫാർ ചെയ്യണം, അതിനെ തുടർന്ന് നന്മകൾ ചെയ്യണം. അയാൾക്ക് വലിയ നന്മകൾ ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അയാൾക്ക് ഉമ്മാനെ നോക്കല, ഉമ്മാനെ പരിചരിക്കല. പക്ഷേ അയാൾക്ക് ഉമ്മല്ലല്ലോ, അയാൾക്ക് അതിന് അവസരമില്ല. പിന്നെ അയാളുടെ മുമ്പിൽ എന്തേ ഉള്ളൂ? തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. നമ്മുടെ ഉമ്മമാർ നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അവർക്ക് പ്രായമായിട്ടുണ്ടെങ്കിൽ, അവർ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവർ രോഗികളാണെങ്കിൽ, അവർക്ക് നമ്മുടെ സാന്നിധ്യം ആവശ്യമുള്ള സമയമാണെങ്കിൽ, പരിചരണം ആവശ്യമുള്ള സമയമാണെങ്കിൽ, പ്രിയമുള്ളവരെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അവരെ നല്ല മനസ്സോടുകൂടി നമ്മൾ സ്വീകരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എതിർപ്പുണ്ടാവും, വെറുപ്പുണ്ടാകും, ദേഷ്യമുണ്ടാവും, കുറ്റപ്പെടുത്തലുണ്ടാവും. പ്രായമായതിൻ്റെ
ചില തിരിഞ്ഞു മറിഞ്ഞ് ചെറിയ പ്രായത്തിലേക്കുള്ള മടക്കുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഉമ്മാക്ക് സേവനം ചെയ്യാന്നുള്ളതിനേക്കാൾ തുല്യമായ മറ്റൊരു കർമ്മം. അതുകൊണ്ട് എന്ത് കിട്ടുന്ന പറഞ്ഞത്, നമ്മുടെ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയാൻ മാത്രം മഹത്വമുള്ള കർമ്മമാണ് നാം. ദാഹിച്ചു വലഞ്ഞൊരു നായ്ക്ക് വ്യഭിചാരിണിയായ ഒരു പെണ്ണ് വെള്ളം കൊടുത്തു എന്നാണ്. വെള്ളം കൊടുത്തു. ആ വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തു. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ചെറിയ പാപ അല്ല, വലിയ പാപ. ലാ തഖ്റബുസ്സിന എന്ന് പറഞ്ഞു, വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്ന് പറഞ്ഞു. വ്യഭിചരിച്ച ആളുകൾക്ക് പരലോകത്ത് നരകത്തീയിൽ വിശാലവും മുകൾ ഇടുങ്ങിയതുമായ നരകമുണ്ട് എന്ന് പറഞ്ഞു. അവിടെ അവർ നഗ്നരായിരിക്കുമെന്ന് പറഞ്ഞു. കത്തി എരിയുമെന്ന് പറഞ്ഞു. കഠിനമായ ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞു. ബർസഖി ലോകത്തും അവർക്ക് ശിക്ഷ ഉണ്ട്, ഖബറിൽ അവർക്ക് ശിക്ഷ ഉണ്ട്, ദുനിയാവിൽ വെച്ചും അവർക്ക് ശിക്ഷ ഉണ്ട്. ഇസ്ലാമിക ഭരണകൂടം വ്യഭിചാരത്തിൻ്റെ പേരിൽ രണ്ടാളെ പിടിച്ചാൽ അവർ വിവാഹിതരല്ലെങ്കിൽ അവർക്ക് അടിക്കും. അടി കിട്ടും, 80 അടി കിട്ടും, 100 അടി കിട്ടും. അവർ ഇനി വിവാഹിതരാണ് എങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണം. ശക്തമായ ശിക്ഷയാണ് വ്യഭിചാരത്തിന്, ചെറിയ ശിക്ഷയല്ല. അത്ര കഠിനമായ വൻപാപങ്ങളിൽപ്പെട്ട കൊടിയ പാപമാണ്. ആ പാപമായിട്ട് പോലും നായ്ക്ക് വെള്ളം കൊടുത്തു എന്ന ഒരു നന്മ പരിഗണിച്ച് അള്ളാഹു അത് പുറത്തു കൊടുത്തു എന്ന് പറയുമ്പോൾ അല്ലേ, എത്ര ചെറിയ കാര്യമായിട്ട് നമുക്കതിന് തോന്നുന്നത് വെള്ളം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അത് ചെയ്യുമ്പോൾ അവരുടെ മനസ്സാ, നമ്മളെ മനസ്സും അതാ. എന്താണോ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സ്, അതാണ് റബ്ബ് പരിഗണിക്കുക. ചരിത്രത്തിലൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം വളരെ സമ്പന്നനായ ഒരു അവസ്ഥ അദ്ദേഹത്തിന് മുൻകാലത്തുണ്ട്. പിന്നീട് ദരിദ്രനായി അദ്ദേഹം മാറുകയാണ്. കയ്യിലൊന്നുമില്ലാതായി, അന്നേക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ലാതായി. വീട്ടിൽ നിന്ന് അയാൾ ഒരു ദിവസം പുറത്തിറങ്ങുകയാണ്. കരയുന്ന ഭാര്യയെ കണ്ട്, കരയുന്ന കുട്ടിയെ കണ്ട് വേദനിക്കുന്ന മനസ്സുമായി അയാൾ പോവുകയാണ്. അങ്ങാടിയിൽ പോകുന്നത് താമസിക്കുന്ന വീട് വിറ്റിട്ടെങ്കിലും കുറച്ച് പൈസ തിന്നാനുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങാടിയിലെത്തി. വീട് വിൽക്കാൻ ആളെ അന്വേഷിച്ചിട്ട് വാങ്ങാൻ ആളെ കിട്ടുന്നില്ല. അദ്ദേഹം ഒരു ചുമരിൽ ചാരി അങ്ങനെ ഇരിക്കുകയാണ്. തൻ്റെ കൂട്ടുകാരൻ ആ വഴി വന്നു. കൂട്ടുകാരൻ ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കണത്, എന്താ എൻ്റെ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, പിന്നെ എനിക്ക് വീട്ടിൽ വിശപ്പാണ്, പരിഹാരമൊന്നുമില്ല, ആകെ കുടുങ്ങിക്കണ്, കുട്ടികളും മക്കളൊക്കെ അവിടെ കരയാണ്, വിശപ്പാണ്, ഒന്നും തിന്നാനില്ല, വീട് വിൽക്കാൻ വേണ്ടി ഒരുങ്ങിയതാണ്. അപ്പോൾ പറഞ്ഞു, വീടൊന്നും വിൽക്കല്ലേ, തൽക്കാലം ഇത് കൊണ്ടേക്കോ എന്ന് പറഞ്ഞ് ഒരു റൊട്ടി കൊടുത്തു എന്നാ. ആ റൊട്ടിയെപ്പറ്റി ചരിത്രത്തിൽ വായിക്കണത്, അതിങ്ങനെ 2 റൊട്ടി, അതിൻ്റെ നടുവിൽ ഒരു മധുരം തേച്ചിട്ടുണ്ടെന്നാണ്. നമ്മളെന്നത്തെ ഒരു ക്രീം ബന്ന് പോലുള്ള ഒരു സാധനമായിരിക്കും. അങ്ങനെ ആ ഒരു സാധനം കൊടുത്തു എന്നാ. അയാളതുമായി സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഒരു പാവപ്പെട്ട ഉമ്മ ഒരു കൈക്കുഞ്ഞുമായി വരുന്നത്. ആ കൈക്കുഞ്ഞിനെ കാണിച്ചു കൊടുത്തിട്ട് ഇയാളോട് പറഞ്ഞെന്താണെന്നറിയോ, യത്തീമായ കുട്ടിയാണ്, ഈ കുട്ടിക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുകയെന്ന്. അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ എയ്മക്കാൻ നോക്കണത്, ഇയാളെ കയ്യുമുള്ള ബെന്നുമ്മക്കാൻ നോക്കണം, റൊട്ടിമക്കാൻ നോക്കണത്. ഇയാൾക്ക് മനസ്സലിഞ്ഞു. പെരിയിൽ ഇതേമാതിരി കരയണൊരു കുട്ടിയുണ്ട്, ഇതേമാതിരി വിശന്നിരിക്കണൊരു ഭാര്യയുണ്ട്. അത് നോക്കിയില്ല, നേരെ കൊടുത്തു. ഇയാൾ അങ്ങാടിയിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ കഴിയാതെ. അല്ല, കൂട്ടുകാരൻ വരികയാണ്, എന്താ ഇവിടെ ഇരിക്കണത്, എൻ്റെ പെരിയിൽ പോയോക്ക്, അവിടെ ആൾക്കാർ വന്നിക്കണ്. അപ്പോൾ ആരാ വന്നത്? അപ്പം എൻ്റെ ബാപ്പാൻ്റെ ഏതോ കൂട്ടുകാരനാണ് വന്നതെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ വലിയ സമ്പാദ്യവുമായി അവിടേക്ക് ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ വാപ്പാൻ്റെ കൂട്ടുകാരനാണ്, വാപ്പ എനിക്ക് കുറച്ച് പൈസ ബിസിനസ് ചെയ്യാൻ വേണ്ടി തന്നിരുന്നു, എൻ്റെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു, ഞാൻ പിന്നെ വേറെ നാട്ടിൽ പോയി കുറേ ബിസിനസ് ഉണ്ടാക്കി, പൈസയൊക്കെ ഉണ്ടാക്കി, എൻ്റെ വാപ്പ തന്ന ആ പൈസക്കുള്ള കണക്കിനുള്ള ഒരു സമ്പാദ്യം, ലാഭം ഞാനിപ്പം എനിക്ക് കൊണ്ടുവന്ന് തന്നാണ്. നോക്കുമ്പോൾ അത് കുറേ ഉണ്ട്. എത്ര ഉണ്ട്? കുറേ ഉണ്ട്, ധാരാളമുണ്ട്. അയാൾക്ക് വിശപ്പും മാറി, സമ്പന്നനായി, അതിസമ്പന്നനായി, വളരെ സൗഖ്യത്തിൽ അയാൾ കഴിയാണ്. സാധാരണ അങ്ങനെ പെട്ടെന്ന് സമ്പാദ്യം ഉണ്ടായ ആൾക്കാർ വേഗം മോശമാവലാണ്, പിന്നെ അവരുടെ അടുത്ത് നിന്നൊന്നും കിട്ടാതെക്കല. പക്ഷെ ഇയാൾ അങ്ങനെയല്ല. 1000 ദീനാർ, 2000 ദീനാർ ഒക്കെ ഒരൊറ്റ തവണ ദാനം ചെയ്ത അവസ്ഥകൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന. ദാനം തന്നെ ദാനം, സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അയാൾ ദാനം ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു എന്നാണ്. ആ സ്വപ്നം അദ്ദേഹം തന്നെ പറഞ്ഞുതരാം. എന്താ സ്വപ്നം എന്നറിയോ? പരലോകത്ത് ഇയാളെ അള്ളാഹു വിചാരണ ചെയ്യാം. ഓരോരോ കർമ്മങ്ങൾ അള്ളാഹു എടുത്തു വെക്കുന്നുണ്ട്. അയാൾ 1000 ദാനം ചെയ്തത്, 2000 ദീനാർ ദാനം ചെയ്തത്, അതൊക്കെ എടുത്തു വെക്കുന്നുണ്ട്.
പക്ഷേ അയാളുടെ നന്മയുടെ തുലാസ് അത് താഴുന്നില്ല, നന്മ കനം തൂങ്ങുന്നില്ല. അപ്പം മലക്കുകളോട് അള്ളാഹു ചോദിക്കുന്നു എന്നാണ്, ഇനി അയാൾക്ക് എന്തെങ്കിലും കർമ്മങ്ങൾ ബാക്കിയുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം പോയി, ഞാൻ നരകത്ത് തന്നെ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഒരു റൊട്ടി ദാനം ചെയ്ത ഒരു നന്മയും കൂടി ഉണ്ട് റബ്ബേ എന്ന് മലക്കുകൾ പറഞ്ഞു എന്നാണ്. അന്ന് അത് വെക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത് വെച്ചപ്പോൾ അയാളുടെ തുലാസ് താന്നു. ഇതാണ് സ്വപ്നം. അത് വെച്ചപ്പോൾ അപ്പോൾ പറയാണ്, ഞാൻ 1000ഉം 2000ഉം ദാനം ചെയ്തതിൻ്റെ അത്ര ഇഖ്ലാസ്, അതിനേക്കാൾ ഇഖ്ലാസ് ഉള്ള കർമ്മമായിരുന്നു ആ റൊട്ടി ദാനം ചെയ്തതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്, തോന്നുകയാണത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ്. പടച്ചോനെ എങ്ങനെയാണ് പരലോകത്ത് വിചാരണ ചെയ്യുക, എങ്ങനെയാണ്, അതിനുള്ള തെളിവൊന്നുമല്ലത്. അയാൾക്കുണ്ടായ ഒരു ബോധോദയമാണ്. ഇഖ്ലാസോടുകൂടി നമ്മൾ കൊടുക്കുന്ന ചെറിയ നന്മ, അതെത്ര ചെറുതാണെങ്കിലും, ചെറിയ സംഖ്യ അതെത്ര ചെറുതാണെങ്കിലും അതായിരിക്കും ഒരു പക്ഷേ നാളെ പരലോകത്ത് നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന വലിയ നന്മ. ചിലപ്പോൾ വലിയ സംഖ്യകൾ നമ്മൾ കൊടുത്തത് ഇഖ്ലാസ് കുറഞ്ഞു പോയതാണെങ്കിൽ അതിനെന്തുണ്ടാവില്ല, അതിന് കൂലി ഉണ്ടാവില്ല. എപ്പോഴാണെങ്കിലും നന്മ വിചാരിച്ച് നല്ല നിയ്യത്തോടു കൂടി നൽകിയാൽ അതിന് വലിയ പ്രതിഫലം ഉണ്ട് എന്നാണ്. പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ചെറിയ ചില നന്മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ ചെറിയ നന്മകൾ. ടെൻഷൻ വലിയ പ്രശ്നമാണ്. മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്, കൗൺസിലിംഗ് സെൻ്ററുകൾ ധാരാളം ഉണ്ട്, ധാരാളം കൗൺസിലർമാരുണ്ട്, അവരുടെ ഒക്കെ അടുക്കൽ നല്ല തിരക്കുണ്ട്. ടെൻഷനാണ് പ്രധാന പ്രശ്നം. അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ടെൻഷൻ്റെ കാര്യം പറഞ്ഞ്, പ്രശ്നം പറഞ്ഞ് മറ്റുള്ളവർ ടെൻഷനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പരാതി പറയുന്ന ആളുകൾ ഒരിക്കൽ പോലും ചെയ്തു നോക്കിയിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു കാര്യമുണ്ട്. അതിനെപ്പറ്റി റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറയണമെന്ന് അറിയോ റസൂലുള്ളാഹി? ഇതെപ്പോഴാണ് പറയണമെന്നറിയോ? തൻ്റെ കുടുംബത്തെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ഇരുത്തി റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾക്ക് ടെൻഷൻ വന്നാൽ നിങ്ങളിത് പറഞ്ഞോളിയും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത ദിക്ർ ഉണ്ട്. എന്താണെന്നറിയോ? അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ. എന്താ പറയേണ്ടത്? അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ. അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, അവനിൽ ഞാൻ ആരെയും പങ്കു ചേർക്കൂല. മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, അല്ലാഹു റബ്ബി ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. ഏതായാലും കുഴപ്പമില്ല, രണ്ടും ഹദീസുകളിൽ വന്നതാണ്. ടെൻഷൻ വന്നത് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത്. അല്ലാഹു റബ്ബി ലാ ശരീക ലഹു. ഇത് പറഞ്ഞു നോക്കുക അല്ലേ? അള്ളാൻ്റെ റസൂൽ പറഞ്ഞ് കുടുംബത്തെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്താണ്, പഠിപ്പിച്ചു കൊടുത്താണ്, ഇത് ചെയ്തോളിയും. മനസ്സ് കടുത്തുപോയാൽ അതിനെന്താണ് പരിഹാരം? ഒരാൾ വന്ന് ഹസനുൽ ബസരി റഹിമഹുല്ലയോട് ചോദിക്കുകയാണ്, മനസ്സ് കടുത്തു പോയിട്ടുണ്ട്, നന്മകൾക്കൊന്നൊരു ചെയ്യാൻ തോന്നണില്ല, സംസാരമൊക്കെ മോശമാണ്, ഒരു കഠിനമായ ഹൃദയമായി പോയി എൻ്റേത്, എന്താ പരിഹാരം? അപ്പം ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞത്, അതിബുഹു ബിദിക്രില്ല എന്ന്. നിന്റെ മനസ്സിനെ നീ ദിക്റുള്ള കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ അതിനെ നീ എന്തു ചെയ്യണം? അതിനെ നീ അലിയിച്ച് കളയണം, ആ കാഠിന്യം നീ അലിയിച്ച് കളയണം എന്ന് ഹസനുൽ ബസരി റഹിമഹുല്ലയോട് പറഞ്ഞു കൊടുക്കുക. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയായ കാര്യങ്ങൾ ചെറുതാണ് എന്ന് നമുക്ക് തോന്നുന്ന പലതിനെയും വലിയ മഹത്വമുള്ള പുണ്യകരമായ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും നന്മകൾ ചെയ്യാതെയും പ്രതിഫലം നേടിയെടുത്ത, സ്വർഗം നേടിയെടുത്ത മഹാന്മാരായ ആൾക്കാരുണ്ട് ചരിത്രത്തിൽ. അങ്ങനെ നമുക്ക് കാണാം. ഒരു നന്മയും ചെയ്തിട്ടില്ല, പക്ഷെ ഒരു സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങൾ നേടിയ ആളുകളുണ്ട്. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഫിർഔനിൻ്റെ സാഹിറുമാരായി വന്ന ആളുകളുണ്ട്. അവരെന്തെങ്കിലും നന്മ ചെയ്തിക്കണോ? ഓല് മൂസാ നബിയുമായി പോരാടാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത്. എന്നിട്ട് അവർ മൂസാ നബിയുമായി ഏറ്റുമുട്ടുകയാണ്. ഏറ്റുമുട്ടലിൽ മൂസാ നബി ജയിക്കുന്നു, അവർ പരാജയപ്പെടുന്നു. തൽക്ഷണം അവർ ഇസ്ലാം സ്വീകരിക്കുന്നു. ഓലെന്തെങ്കിലും നന്മ ചെയ്തോ? ലഉഖത്തിഅന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫിൻ വലഉസല്ലിബന്നക്കും ഫീ ജുദൂഇൻ നഖൽ. നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും? കൈകാലുകൾ നെടുക ഛേദിക്കും, ഈത്തപ്പനയുടെ തടിയിൽ നിങ്ങളെ ക്രൂശിലേറ്റും. അങ്ങനെ ആരാണ് ഏറ്റവും കഠിനമായി ശിക്ഷിക്കുന്നത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാകും എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ ഹദീസിൽ വ്യക്തമായി അവരെ ഫിർഔൻ അതുപോലെ ചെയ്തു എന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിലും അത് ചെയ്തു, അങ്ങനെ തന്നെ അവർ ശിക്ഷ നടപ്പിലാക്കി എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്.
ശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല, അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി എന്നും തഫ്സീറിൽ കാണാം. എന്തായാലും അവർക്ക് നന്മകൾ യാതൊന്നും ചെയ്യാതെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ് കിട്ടിയത്. യുദ്ധം നടക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് പടച്ചട്ടയൊക്കെ ധരിച്ചിട്ട് ഒരാൾ വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, ഞാൻ യുദ്ധം ചെയ്യണോ അതല്ല ഞാൻ മുസ്ലിം ആകണോ? റസൂൽ എന്താ പറഞ്ഞത്? മുസ്ലിം ആയിക്കോ, എന്നിട്ട് യുദ്ധം ചെയ്തോ. അയാൾ മുസ്ലിമായി യുദ്ധം ചെയ്തു. ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടില്ല, ഒരു നോമ്പും നോറ്റിട്ടില്ല, ഒരു സക്കാത്തും കൊടുത്തിട്ടില്ല, ഒരു കർമ്മവും സൽക്കർമ്മം ചെയ്തിട്ടില്ല. മുൻകഴിഞ്ഞ കാലത്ത് ചെയ്തതൊക്കെ ദുഷ്കർമ്മങ്ങളാണ്. അയാൾ ആ യുദ്ധത്തിൽ ഷഹീദായി. അള്ളാഹുവിൻ്റെ റസൂൽ അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയാണ്. എന്തെങ്കിലും നന്മ ചെയ്തോ? ചരിത്രത്തിൽ അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മൾ ചരിത്രത്തിൽ വായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒരു യുദ്ധത്തിനു വേണ്ടി മുസ്ലിം സൈന്യം ശത്രുക്കളുടെ ഒരു കോട്ട ഉപരോധിക്കുകയാണ്. ഫദാലത്ത് ബിൻ ഉബൈദ് അദ്ദേഹം ആ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപനാണ്. കോട്ടയിൽ നിന്ന് ഒരു മനുഷ്യൻ, ഒരു ശത്രുഭാഗത്തു നിന്നുള്ള ഒരു മനുഷ്യൻ കോട്ടയുടെ ചുമരിലൂടെ ഊർന്നിറങ്ങി വരികയാണ്. മുസ്ലിം സൈന്യം അദ്ദേഹത്തെ പോയി പിടിച്ചു. എന്നിട്ട് ഫദാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്താണ് നിൻ്റെ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, ഇന്നലെ രാത്രി മൂക്കറ്റം മദ്യപിച്ച് വയറ് നിറയെ പന്നിമാംസം കഴിച്ച് ഞാൻ കിടന്നുറങ്ങിയതായിരുന്നു. ഇന്നലെ രാത്രി സ്വപ്നത്തിൽ എൻ്റെ അടുക്കൽ ഒരാൾ വന്ന് ഇതെല്ലാം ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ അതൊക്കെ ഛർദ്ദിച്ച് കളഞ്ഞു. 2 സ്ത്രീകൾ വന്നിട്ട് എന്നോട് മുസ്ലിം ആകണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മുസ്ലിമായി, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന അയാൾ ഫദാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്ന് പറയേണ്ട താമസവും ശത്രുക്കളുടെ കോട്ടയിൽ നിന്ന് വലിയ തെറ്റാലിയിൽ ഒരു വലിയ കല്ല് അത് തെറിച്ചു വന്ന് അയാളുടെ പിരടിയിലടിക്കുകയും തൽക്ഷണം ഫദാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ വെച്ച് അയാൾ വഫാത്താകുകയും ചെയ്തു. മുസ്ലിം സൈന്യം അദ്ദേഹത്തിൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചു. അപ്പം നന്മയൊന്നും ചെയ്യേണ്ട അവസ്ഥ ഇല്ലാതെ തന്നെ ഇസ്ലാമിൽ പ്രവേശിച്ചു എന്ന കാരണത്താൽ തന്നെ ഒരാൾക്ക് എന്ത് കിട്ടും? അയാൾക്ക് സ്വർഗം കിട്ടും. ഇസ്ലാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? നന്മകളൊക്കെ ചെയ്യണം. അപ്പം എന്നാൽ പിന്നെ തൗഹീദ് ഉൾക്കൊള്ളൽ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന സമയത്തേക്ക് നമുക്ക് നീട്ടിവെച്ച് അവസാന സമയം ഒരു തൗബ, അത് പറ്റുമോ? മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ തൗബ സ്വീകരിക്കൂല. അങ്ങനെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ഫിറഔനിൻ്റെ തൗബ പടച്ചോ സ്വീകരിക്കണമായിരുന്നു. സ്വീകരിച്ചിട്ടില്ല. മരണം തൊണ്ടക്കുഴിയിലെത്തും മുമ്പാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നതിൻ്റെ മുമ്പ് ചെയ്ത പാപങ്ങൾ കഴുകിക്കളഞ്ഞ് പരമാവധി നന്മകളിലേക്ക് മുന്നേറാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ജീവിതത്തിൽ കണക്കില്ലാത്ത പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയാണ് ദഅവത്ത്, പ്രബോധനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഖൈബറിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കുന്ന കുറച്ച് ഉപദേശമുണ്ട്. ഖൈബറിലേക്ക് അലി റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുന്നതിനെ തന്നെ, സൈന്യാധിപനായി തിരഞ്ഞെടുക്കാനുള്ള കൊടി നൽകുന്നത് തന്നെ വളരെ ഗാംഭീര്യമുള്ള, വളരെയധികം മനസ്സിന് നമുക്കൊരു ആവേശം കൊടുക്കുന്ന ചരിത്രമാണത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ പതാക കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ ആദ്യം ചെന്ന് അവരോട് ദഅവത്ത് നടത്തണം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്ന പണിയാണ് നീ ആദ്യമായി ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ ചെന്ന് നീ അവരുടെ മേൽ അക്രമം അഴിച്ചുവിട്ട് അവരെ പരാജയപ്പെടുത്തി അവരുടെ ഗനീമത്ത് സ്വത്തുമായി നീ മടങ്ങി വരണ്ട. നിനക്കെന്താണ് നല്ലത്? ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഹുമുറുൻ നഅം. നിനക്ക് ചുവന്ന ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് നല്ലത്, നിനക്ക് ഗനീമത്ത് സ്വത്തായി അവരുടെ സമ്പാദ്യം മുഴുവൻ കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം നീ കാരണത്താൽ ഒരാൾ ഹിദായത്തിലാകലാണ് കേട്ടോ. നമ്മൾ കാരണത്താൽ ഒരാൾ ഹിദായത്തിലാകലാണ് ഏറ്റവും ഉത്തമമായ സ്വത്ത് കിട്ടുന്നതിനേക്കാൾ നമുക്ക് നല്ലത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ കാരണത്താൽ ഒരാൾ ദീൻ ഉൾക്കൊണ്ടാൽ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ മുഴുവൻ പ്രതിഫലം നമുക്ക് കിട്ടാൻ കാരണമാകും. ഹദീസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായി മനസ്സിൽ വരുന്ന പേര് ആരുടെ പേരായിരിക്കും? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ. സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു.
സ്ത്രീകളുടെ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായ സ്വഹാബി തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി റളിയല്ലാഹു അൻഹു ആണ്. തുഫൈൽ ഇബ്നു അംർ ദൗസ് ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു. ദൗസ് ഗോത്രത്തിൽ നിന്ന് അദ്ദേഹം കഅബാലയത്തിങ്കലേക്ക് ഇബാദത്ത് നിർവഹിക്കാനായി വരുന്ന സമയത്ത് മക്കയിലെ ഖുറൈശി പ്രമാണിമാർ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിൽ വന്നാൽ കുഴപ്പക്കാരനായ മുഹമ്മദിനെ കണ്ട് സംസാരിക്കാൻ നിൽക്കരുത്. അവൻ്റെ വാക്കിന് സിഹറാണ്, അത് മാരണമാണ്. ആ സംസാരത്തിൽ നിങ്ങൾ മുഴുകിപ്പോകും, അതിൽ നിങ്ങൾ വഞ്ചിതനാകും. നിങ്ങൾ വഞ്ചിതനായാൽ എന്താണ് ഖുറൈശികളുടെ പ്രശ്നം? ദൗസ് ഗോത്രത്തിൻ്റെ നേതാവാണ് ഇദ്ദേഹം, കവിയാണ്, ബുദ്ധിമാനാണ്, അവരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ടയാളാണ്. അയാൾ മുസ്ലിമായി കഴിഞ്ഞാൽ ആ ദൗസ് ഗോത്രം മുഴുവൻ മാറാൻ കാരണമാകുമെന്ന ഭയത്താലാണ് ഖുറൈശികൾ അവിടെ പോയി തടഞ്ഞത്. എങ്ങനെയാണ് തുഫൈൽ ഇബ്നു അംർ ദൗസി കഅബാലയത്തിലേക്ക് വരുന്നത്? ചെവിയിൽ തുണി തിരികിയിട്ട, പഞ്ഞി തിരികിയിട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹറമിൽ, മസ്ജിദുൽ ഹറമിൽ നിന്ന് നിസ്കരിക്കുകയാണ്, ഖുർആൻ പാരായണം ചെയ്യാണ്. അദ്ദേഹം അറിയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതെ ചെവി ഓർക്കുകയാണ് അല്ലേ. എന്നിട്ട് ആ സംസാരത്തിൽ, ആ ഖുർആനിൻ്റെ വചനങ്ങളിൽ അദ്ദേഹത്തിനൊരു ആകർഷണീയത തോന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇരുന്നു. ഇവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട്. പറയണത് ശരിയാണോ, നമുക്ക് നോക്കാം, തെറ്റാണോ, ഇന്നതിന് കിട്ടൂല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ വിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായ വചനങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ കവി കൂടിയായ അദ്ദേഹത്തിന്, ബുദ്ധിമാനായ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഉമ്മയോട്, ഭാര്യയോട്, ഉപ്പയോട് ഒക്കെ അദ്ദേഹം സംസാരിക്കുകയാണ്. അവരൊക്കെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. വീണ്ടും അദ്ദേഹം മടങ്ങി വരുന്നുണ്ട്. എൻ്റെ ദൗസ് ഗോത്രത്തെ മുഴുവൻ നന്നാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അവരിൽ തിന്മകൾ വ്യാപകമാകുന്നുണ്ട്, താങ്കൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഹദി ദൗസ, ദൗസ് ഗോത്രത്തെ പടച്ചോനെ നീ ഹിദായത്തിലാക്കണേ. റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന ഫലം ചെയ്തു. 80 കുടുംബങ്ങൾ ദൗസ് ഗോത്രത്തിൽ നിന്ന് തുഫൈൽ ബിൻ അംർ ദൗസി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യാൽ ഇസ്ലാം സ്വീകരിച്ചു. ആ കൂട്ടത്തിലൊരു പ്രമുഖനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇന്നും നമ്മൾ ഹദീസുകൾ പറയുമ്പോൾ അബൂ ഹുറൈറ റിവായത്ത് ചെയ്ത ഹദീസാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വായിച്ച ഹദീസിൻ്റെ, നമ്മളിവിടെ പഠിപ്പിച്ച വചനത്തിൻ്റെ പുണ്യം ആരിലേക്ക് ചെല്ലുന്നുണ്ട്? അബൂ ഹുറൈറയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ അവസാനിക്കുമോ? ഇല്ല. അവിടെ നിന്ന് അങ്ങോട്ട് തുഫൈൽ ബിൻ അംർ ദൗസി റളിയല്ലാഹു അൻഹുവിലേക്ക് ചെല്ലുന്നുണ്ട്. അതാ പറഞ്ഞത്, നമ്മൾക്ക് കിട്ടിയ ഒരു സത്യസന്ദേശം നമ്മൾ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുത്താൽ, അത് അറിയിച്ചു കൊടുത്താൽ, അത് നിലനിൽക്കുന്ന ഒരു ദാനമാണ്, നിലനിൽക്കുന്ന ഒരു നന്മയാണ് അല്ലേ. ആ നന്മ, അത് നിലനിൽക്കുന്ന പുണ്യം. നമ്മൾ ഖബറിൽ കിടക്കുകയായിരിക്കും, പക്ഷേ ആ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ പുണ്യമായി അത് മാറുന്നതാണ്. ഒരു കാര്യത്തെയും ചെറുതാണ് എന്ന് നമുക്ക് തോന്നിയാലും, നിസ്സാരമാണ് എന്ന് നമുക്ക് തോന്നിയാലും ഒന്നിനെയും ചെറുതാക്കരുത്. അതാണ് നിയമം. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മയിൽ ഒന്നിനെയും നീ നിസ്സാരമാക്കരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്, പ്രസന്നവദനായി പുഞ്ചിരിക്കുന്നൊരു മുഖത്തോടുകൂടി നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും നീ നിസ്സാരമായി കാണരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. ഒരു നന്മയും നിസ്സാരാക്കരുത് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു മിസ്ഖാലു ദർറത്ത്, മിസ്ഖാലു ദർറത്ത് എന്ന് പറഞ്ഞാൽ അണുമണി തൂക്കം എന്ന് നമ്മൾ പറയും. ഒരു തൂക്കാൻ പറ്റാത്ത അത്ര ചെറുതാണ്, തൂക്കിയ കനം തോന്നാത്ത അത്ര ചെറുതാണ് അണുമണി തൂക്കം എന്ന് പറഞ്ഞാൽ. അത്ര ചെറുതാണെങ്കിലും അതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറൻ യറ, നമുക്ക് നാളെ പരലോകത്ത് റബ്ബിൻ്റെ അടുക്കൽ നമ്മുടെ നന്മയുടെ രേഖയിൽ നമ്മൾ ചെയ്ത ആ സൽക്കർമ്മം കാണും. അതുപോലെ തന്നെയാണ് തിന്മൻ്റെ കാര്യം. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, അത് തിന്മയാണെങ്കിൽ ആ തിന്മയും എന്താണ്, അതുപോലെ തന്നെ കാണുമെന്നാണ്. നന്മ നമ്മൾ എന്ത് ചെയ്താലും കാണും, തിന്മ ചെയ്താലും അതും നമ്മുടെ രേഖയിൽ കാണും. നന്മകൾ ചെയ്യുമ്പോൾ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിൽ കൂടുതൽ പ്രതിഫലാർഹമായ, നമുക്ക് നന്മകൾ തുടർച്ചയായി കിട്ടുന്ന, ഖബറിലും നമുക്ക് പുണ്യം കിട്ടുന്ന നന്മകളിൽ നമ്മൾ സജീവമായി പരമാവധി ഇടപെടാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുൻകാലക്കാരായ ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ, നമ്മൾ പറയും അവർക്ക് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ അതിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, അതിലൊക്കെ വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. നമുക്കത്തരം അവസരങ്ങളില്ല.
നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. നമ്മൾ വെറുതെ ഇരിക്കുന്നാൽ തന്നെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന അവസരങ്ങൾ നമുക്കുണ്ട് അല്ലേ? രാത്രി ഒരാൾ കിടന്നുറങ്ങുകയാണ്, ഉറങ്ങണതിൻ്റെ മുമ്പ് വുളൂ ചെയ്തിട്ടാണ് അയാൾ കിടന്നുറങ്ങുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു മലക്കിനെ അള്ളാഹ് നിയോഗിക്കും, ആ മലക്ക് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക് ഫഇന്നഹു ബാത താഹിറ, അവൻ ശുദ്ധിയോടുകൂടിയാണ് റബ്ബെ കിടന്നുറങ്ങിയത്, അതുകൊണ്ട് നിൻ്റെ അടിമക്ക് നീ പുറത്തു കൊടുക്കുമെന്ന് പ്രാർത്ഥിക്കുന്നതാണ് അല്ലേ? നമ്മൾ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്, നമ്മുടെ വുളൂ നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മൾ വേറെ ആളെ പറ്റി നമീമത്ത് പറയാൻ ഗീബത്ത് പറയാൻ വേണ്ടി കൂടിയിരുന്നിട്ടില്ല. നമ്മൾ ആ പള്ളിയിൽ ഇരിക്കണ ഇരുത്തം ദിക്ർ ചൊല്ലിയിട്ടാണോ, ദുആ ചെയ്തിട്ടാണോ, ഖുർആൻ ഓതിയിട്ടാണോ, ഇതൊന്നുമല്ല. നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്, വുളൂ മുറിഞ്ഞിട്ടുമില്ല. ആ ഇരുത്തത്തിന് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വെറുതെ ഇരുന്നാൽ മതി, പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ മതി, എന്നാലും കിട്ടും. ആ ഇരിക്കണം നേരം ദിക്റും ദുആയും ചൊല്ലിയാൽ അത് അതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. എല്ലാ പ്രഭാതത്തിലും നമ്മളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 100 തവണ ചൊല്ലിയാൽ എത്ര വലിയ പുണ്യ പറഞ്ഞത് അല്ലേ? പ്രഭാത പ്രദോഷ പ്രകീർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ എഴുതും, 100 തിന്മകൾ അവൻ്റേത് മായ്ക്കും, 100 ദർജകൾ സ്വർഗത്തിൽ അവൻ്റേത് ഉയർത്തും, യോജിപ്പിച്ചതിൻ്റെ പുണ്യം ലഭിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ നന്മ ആരാണോ ചെയ്തത് അവനാണ് പിന്നെ ഇവനേക്കാൾ മുകളിൽ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് പ്രചോദനമാകുകയാണ്. ഏത് കാര്യങ്ങളാണെങ്കിലും നല്ലൊരു നിയ്യത്തോടു കൂടി, നല്ലൊരു ഇഷ്ടത്തോടു കൂടി, പരമാവധി ഒരു താല്പര്യത്തോടു കൂടി, ഇതൊക്കെ എനിക്ക് പ്രതിഫലമായി മാറണമെന്ന മോഹത്തോടു കൂടി നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ പുണ്യമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ പരിശുദ്ധ സ്വർഗം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നന്മകൾ അധികരിപ്പിച്ച് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.